ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണിയേശുവിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം ഉണർത്തുന്ന പുണ്യദിനം ഉണ്ണിയേശുവിനെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ജനത ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരമാണ് ഇത്. ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന മനോഹരമായ കാലമാണ്. മഞ്ഞിന്റെ കുളിര്, നക്ഷത്രങ്ങളുടെ തിളക്കം, പുൽക്കൂടിന്റെ പുതുമ, പാതിര കുർബാനയുടെ പവിത്രത പറഞ്ഞാലും തീരാത്ത വിശേഷണങ്ങളുമായി പടികടന്ന് എത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് രാവ് ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും കൂടി ആഘോഷമാണ്. ഈ രാവ് ലോകത്തിലേക്ക് പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും ആശ്വാസത്തിന്റെയും കാരണമായി യേശു കടന്നു വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ നാം ഒരുങ്ങേണ്ടതുണ്ട്. സർവശക്തനായ ദൈവം ദുർബലനായ ഒരു ഇളം ശിശുവായി ബത്ലഹേമിൽ പിറന്നതിന്റെ ഓർമ്മയിൽ നാം തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും ഈ ദിനങ്ങളിൽ ഒരു പുൽക്കൂട് ഒരുക്കുകയായിരുന്നു. ഒറ്റപ്പെടലിന്റെയും തകർച്ചകളുടെയും വീഴ്ചകളുടെയും നഷ്ടങ്ങളുടെയും വേദനകളിൽ നട്ടം തിരിയുമ്പോൾ കാലിത്തൊഴുത്തിന്റെ ദാരിദ്ര്യത്തിൽ പിറന്നവൻ, ഒറ്റപ്പെട്ടവർക്ക് താങ്ങായി മാറിയവൻ, പാപികൾക്കും രോഗികൾക്കും സൗഖ്യമേകിയവൻ, കുരിശിന്റെ വേദന അറിഞ്ഞവൻ ഒപ്പമുണ്ട് എന്ന ചിന്ത ഉണ്ടെങ്കിൽ ജീവിതഭാരം കുറഞ്ഞതായി മാറും എന്ന് നമുക്ക് ഓർക്കാം. ക്രിസ്തുവിന്റെ പ്രകാശം നമുക്ക് വഴികാട്ടിയാകട്ടെ. നക്ഷത്രങ്ങൾ ചിരിതൂകി, മാലാഖമാർ ഗീതങ്ങൾ ആലപിച്ച ഉണ്ണിയേശുവിന്റെ ജന്മരാവിന്റെ ഓർമ്മയുണർത്തുന്ന ഈ ക്രിസ്മസ് ദിനം എല്ലാവർക്കും സന്തോഷപൂർണമാകട്ടെ. ഹാപ്പി ക്രിസ്മസ്.